എന്തുകൊണ്ട് തീയലുണ്ടാക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാലും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. ഒരിക്കലും 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 നഷ്ടമാവില്ല. തേങ്ങ വറുക്കാൻ എടുക്കുന്നതിന് മുമ്പ് ചുവന്നുള്ളിയും തേങ്ങയും കൂടെ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് പാനിലേക്ക് ഇട്ട് വറുത്തെടുത്താൽ നല്ല സ്വാദ് കൂടും. അതിലേക്ക് ഇതുപോലെ ഒരു സ്പൂൺ നമ്മുടെ കറിയൊക്കെ വെക്കുന്ന പരിപ്പില്ലേ, പരിപ്പും ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്ത ആ തേങ്ങയിലേക്ക് മുളകും മഞ്ഞളും മല്ലിയും ഇട്ടിട്ട് നന്നായി ഒന്നുകൂടെ വറുത്തെടുക്കാം. ഇന്ന് വെണ്ടയ്ക്ക കൊണ്ടുള്ള തീയലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ അളവിൽ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കുക. ഈ തീയിൽ വെച്ച് വേണം നമ്മൾ ഈ തേങ്ങ മാക്സിമം നന്നായി വറുത്തെടുക്കാൻ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കുക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെണ്ടയ്ക്കയും അതിലേക്ക് ആവശ്യത്തിനുള്ള ചുവന്നുള്ളിയും ഒരു ഹാഫ് തക്കാളി, നന്നായി പഴുത്ത തക്കാളിയും ഇതുപോലെ ഒന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കുക. വെള്ളമൊന്നും യൂസ് ചെയ്യാതെ വറുത്തെടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ, അതായത് ചിക്കൻ മസാലപ്പൊടി, നമ്മുടെ കയ്യിൽ മേടിക്കാൻ കിട്ടുന്ന ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ നന്നായി വറുത്ത ആ തേങ്ങ നന്നായി പേസ്റ്റ് പോലെ അരച്ചതെടുത്ത് ഒഴിക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ നന്നായി തിളയ്ക്കുന്ന നല്ല വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അത്രയും മതി കേട്ടോ. അതത്രയും നമ്മൾ നന്നായി വറുത്ത് അതിൻ്റെ പുറത്ത് താളിക്കാൻ ഒഴിക്കുക. എന്നിട്ട് അത് നമ്മൾ അപ്പോഴൊന്നും ഇളക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. ആ ഇളക്കാതെ മൂടി വയ്ക്കുന്ന സമയമാണ് ഇതിൻ്റെ ഫ്ലേവർ നന്നായി ഇറങ്ങാൻ സഹായിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്ക തീയൽ തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യുക. അതേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.